നമ്മളെപ്പോഴും തിയറിയെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടല്ലോ അല്ലേ? പക്ഷെ ഇന്ന് നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായി കാര്യങ്ങളെ സമീപിക്കാം. അച്ഛാ, നിങ്ങളുടെ ഓരോ വികാരവും വെറുമൊരു റിയാക്ഷൻ അല്ല, മറിച്ച് നിങ്ങളുടെ ലോകം തന്നെ ഉണ്ടാക്കുന്നൊരു പവർഫുൾ ടൂളാണെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ആ ശക്തി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കൊരുമിച്ച് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ നമ്മൾ എന്താ വിചാരിക്കാറ്? ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ഫീലിംഗ്സ് ഉണ്ടാകുന്നത് എന്നല്ലേ? പക്ഷെ ഈ ആശയം അതിനെ നേരെ തിരിച്ചിടുക. അതായത് നിങ്ങളുടെ സന്തോഷം, സങ്കടം ഇതൊന്നും വെറും എഫക്റ്റ് അല്ല, മറിച്ച് നാളെ എന്ത് സംഭവിക്കണം എന്നതിൻ്റെ കാരണം അഥവാ കോസാണ്. ഇതൊന്ന് ശരിക്കും ആലോചിക്കേണ്ട കാര്യം തന്നെയല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്? ഇത് വെറും മാജിക്കോ ഒന്നുമല്ല, പിന്നെയോ ഇതിന് കൃത്യമായൊരു മെക്കാനിസമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈ ഫീലിംഗ്സ് എങ്ങനെയാണ് പുറത്തുള്ള കാര്യങ്ങളായിട്ട്, അതായത് നമ്മുടെ റിയാലിറ്റിയായി മാറുന്നത്? ആ രഹസ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഈ ആശയത്തിൻ്റെ എല്ലാം കാതല്. ഫീലിംഗ് എന്നത് ക്രിയേഷൻ തന്നെയാണ്. ഇതൊരു വെറും നല്ല വാചകമല്ല, ഇതൊരു യൂണിവേഴ്സൽ ലോ ആണ്. എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ ഈ നിമിഷം അനുഭവിക്കുന്ന ഓരോ ചെറിയ വികാരവും, അത് സന്തോഷമാവട്ടെ, ഒരു ആകാംക്ഷയാവട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ നിരാശയാവട്ടെ, അതെല്ലാം നിങ്ങളുടെ ഭാവിയെ കൊത്തിയെടുക്കുന്ന ഒരു ശില്പിയെപ്പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെ ഫീൽഡ്സ് ഓഫ് ഫീലിംഗ്സ് എന്ന് പറയാം. ഒരു റേഡിയോ സ്റ്റേഷൻ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ പാട്ടുകൾ അയക്കുന്നത് പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതുപോലെ നിങ്ങളുടെ ഓരോ വികാരവും ഓരോ എനർജി സിഗ്നലുകളാണ്. നിങ്ങൾ സ്നേഹത്തിന്റെ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രപഞ്ചം ആ പാട്ട് കേൾക്കും, എന്നിട്ട് അതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് തിരികെ തരും. ഇതിനെയാണ് ദി പോയിന്റ് ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാജിക്കൽ മൊമെന്റാണ്. എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള ആഗ്രഹത്തിന്റെ ഫീലിംഗ് പുറത്തുള്ള റിയാലിറ്റിയുമായിട്ട് കറക്റ്റായിട്ട് ഒന്നിക്കുന്നത്, അതാണ് ആ നിമിഷം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാം ശരിയായ സ്ഥലത്തെത്തിയിരിക്കുന്നുവെന്ന്. പിന്നെ ആഗ്രഹിച്ചതൊക്കെ ഒരു പ്രയാസവുമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്? അവിടെയാണ് ദി ലോ ഓഫ് റിസപ്ഷൻ, അതായത് സ്വീകരിക്കാനുള്ള നിയമം വരുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഉള്ളിലൊരു കാര്യം ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുറം ലോകത്ത് അത് നിങ്ങൾക്ക് സ്വീകരിക്കാനും പറ്റും. ആ ഫീലിംഗ്, അതാണ് ഇവിടുത്തെ കീ. ഇവിടെയാണ് ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്നത്. നമ്മളെന്താ ചെയ്യുക? എനിക്കത് ഭാവിയിൽ കിട്ടണം എന്നല്ലേ ചിന്തിക്കുക? അതല്ല വേണ്ടത്. പകരം അതെനിക്ക് ഇപ്പോൾ കിട്ടിയാൽ എങ്ങനെയുണ്ടാകും എന്ന് ചിന്തിച്ച് ആ ഒരു ഫീലിംഗ് ഈ നിമിഷം തന്നെ അനുഭവിക്കണം. കാരണം യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ വൈകാരിക സിഗ്നലിനോടാണ്, അല്ലാതെ നിങ്ങളുടെ ഭാവിയിലെ ആഗ്രഹങ്ങളോടല്ല. ഈ പ്രോസസ്സിനെ നമുക്ക് 3 സ്റ്റെപ്പായിട്ട് കാണാം. സ്റ്റെപ്പ് 1, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ ക്ലിയറായിട്ട് സങ്കല്പിക്കുക. സ്റ്റെപ്പ് 2, ഇതാണ് ഏറ്റവും പ്രധാനം. അത് കിട്ടിക്കഴിഞ്ഞാലുള്ള ആ സ്നേഹവും സന്തോഷവുമൊക്കെ ശരിക്കും ഫീൽ ചെയ്യുക. ഇതാണ് ഈ പ്രോസസ്സിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 3, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു തുറന്ന മനസ്സോടെ അത് സ്വീകരിക്കുക. അത്രയുള്ളൂ. ഇതൊരു സിമ്പിൾ ഗിവ് ആൻഡ് ടേക്ക് സൈക്കിൾ പോലെയാണ്. നിങ്ങൾക്ക് സ്നേഹം വേണോ എങ്കിൽ സ്നേഹത്തിന്റെ ഫീലിംഗ് കൊടുക്കുക. നിങ്ങൾക്ക് സമൃദ്ധി വേണോ എങ്കിൽ സമൃദ്ധിയുടെ ഫീലിംഗ് കൊടുക്കുക. കാരണം ഈ യൂണിവേഴ്സിൽ നമ്മുടെ പണമല്ല യഥാർത്ഥ കറൻസി, നമ്മുടെ ഫീലിംഗ്സ് ആണ്. ശരി, ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഒരു പ്രാക്ടിക്കൽ ചോദ്യം അവിടെ ബാക്കിയില്ലേ? നമ്മുടെ നെഗറ്റീവ് ഫീലിംഗ്സിനെ പറ്റി എന്തു പറയും? എല്ലാ ഫീലിംഗും ക്രിയേഷനാണെങ്കിൽ നമ്മൾ അറിയാതെ മോശം കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഈ മോശം വികാരങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇത് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ? എല്ലാ ഫീലിംഗും ഓരോ ക്രിയേഷനാണെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, അതായത് ഈ സ്ട്രെസ്, പേടി, ടെൻഷൻ, ഇതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെ നിർത്താൻ പറ്റും? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ? അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ആ നെഗറ്റീവ് ഫീലിംഗിനോട് പോയി യുദ്ധം ചെയ്യലല്ല. പകരം നമ്മുടെ ശ്രദ്ധയെ പതിയെ ഒന്ന് വഴിതിരിച്ചുവിടുക. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ചെറിയ സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് മാറ്റുക. ഇത് ഒറ്റയടിക്ക് വലിയ മാറ്റം കൊണ്ടുവന്നില്ലെങ്കിലും മനഃപൂർവ്വം കുറച്ചുകൂടി നല്ലൊരു ഫീലിംഗിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കുക. അതാണ് പ്രധാനം. ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സൊല്യൂഷൻ ഇതാണ്: മോശം വികാരങ്ങളെ ചെറുക്കാൻ ശ്രമിക്കരുത്. എന്താ കാരണം? കാരണം നമ്മൾ ഒന്നിനെ ചെറുക്കാൻ ശ്രമിക്കും തോറും അതിന് കൂടുതൽ ശക്തി കൂടും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഈ റെസിസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്? ഈ ഒരു താരതമ്യം നോക്കിയാൽ മതി. നമ്മളതിനെ ചെറുക്കുമ്പോൾ നമ്മൾ ആ ഫീലിംഗുമായിട്ടൊരു ഫൈറ്റിലാണ്. അതായത് നെഗറ്റീവിൽ തന്നെയാണ് നമ്മുടെ ഫുൾ ഫോക്കസ്. അത് ആ വേണ്ടാത്ത ഫീലിങ്ങിനെ കൂടുതൽ പവർഫുൾ ആക്കുകയുള്ളൂ. എന്നാൽ ശ്രദ്ധ മാറ്റുമ്പോഴോ, നമ്മൾ ആ ഫീലിംഗ് അവിടെയുണ്ടെന്ന് സമ്മതിക്കുന്നു, എന്നിട്ട് കോൺഷ്യസ് ആയിട്ട് നമുക്കിഷ്ടമുള്ള പോസിറ്റീവായൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുന്നു. ഇതിനെ നമുക്ക് വളരെ സിമ്പിളായൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു മുറിയിലെ ഇരുട്ടിനോട് നിങ്ങൾ പോയി ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ലൈറ്റ് ഓൺ ചെയ്താൽ മതി.
അതുപോലെ തന്നെ മോശം വികാരങ്ങളോട് പോയി മല്ലിയിടുന്നതിന് പകരം നല്ലൊരു വികാരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ വേണ്ടാത്ത ഫ്രീക്വൻസി തനിയെ ഇല്ലാതായിക്കോളും. അപ്പോ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ റോൾ മാറിയിരിക്കുന്നു. നിങ്ങളിനി ജീവിതമെന്ന സിനിമയിലെ വെറുമൊരു കഥാപാത്രമല്ല, നിങ്ങൾ തന്നെയാണ് അതിന്റെ ഡയറക്ടർ. നിങ്ങളുടെ ഓരോ ഫീലിംഗും തീരുമാനിക്കും അടുത്ത സീൻ എന്തായിരിക്കണമെന്ന്. ഈയൊരു വാചകത്തിൽ എല്ലാമുണ്ട്. നിങ്ങളുടെ ജീവിതമുണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വികാരങ്ങൾ ഉപയോഗിച്ചാണ്. ഈ ശക്തി വേറെ ആരുടെ കയ്യിലുമല്ല. അത് 100% നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പം എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇന്ന്, ഈ നിമിഷം നിങ്ങളുടെ വികാരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഏത് യാഥാർത്ഥ്യമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്? ആ ചോയ്സ് അത് നിങ്ങളുടേതാണ്.